ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചെമ്മീനുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാമേ. അപ്പോൾ നമുക്ക് ചെമ്മീൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറുമയുമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാമേ. ഇത് 1/2 കിലോ ഉണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനകത്തെ ഒരു കറുപ്പ് കുടൽ പോലുണ്ട്, അത് എടുത്ത് കളയണേ. എടുത്ത് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് ശകലം ഒരു സ്പൂൺ നാരങ്ങയുടെ നീര് വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാമേ. ഇതുപോലെ കുടലെല്ലാം നമുക്ക് നന്നായിട്ട് എടുത്ത് കളയാമേ. എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ചാണിത്. ഒരുപാട് വറുക്കണ്ട ഈ തേങ്ങയെ. 1 കപ്പ് തേങ്ങ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് 1 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ ഒരു 10 ചുമന്നുള്ളിയെ നന്നായിട്ട് കറുപ്പിച്ച് വറുക്കണ്ട, ഗോൾഡൻ കളറാകണ്ട. അതിനു മുമ്പേ ഒരു മണം വരും, നല്ല തേങ്ങയുടെ ഒരു മണം വരുമ്പോഴേ ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്ത് അത് അവിടെ ആറട്ടെ. എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണ്, കൊച്ചുള്ളി ഒരു 6-10 കൊച്ചുള്ളി, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇതും നന്നായിട്ട് വഴറ്റിയ ഒരു ഗോൾഡൻ കളറായാൽ മതി, ഒത്തിരി കളറാവണ്ടായേ. ഒരു 10 പറങ്ങാണ്ടി പരിപ്പ് കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയെല്ലാം ഒരു ഗോൾഡ് കളറാവുന്നതിന് മുമ്പേ നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീർ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയേ. എന്നിട്ട് ചെമ്മീനിട്ട് വഴറ്റാം. ഒരുപാട് ഇത് വഴറ്റണ്ട, ഒരു മിനിറ്റ് വഴറ്റിയാൽ മതിയേ. വഴറ്റിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തീ ഒരു മീഡിയം സൈസിലിട്ട് വേവിക്കാമേ. ഒരുപാട് നേരത്തെ വേവില്ല, ഇതൊരു 2 മിനിറ്റ് വെന്താൽ മതി. ഒരുപാട് വെന്ത് പോയാൽ അത് ഒരു റഫാവും, സോഫ്റ്റായിട്ടിരിക്കത്തില്ല ചെമ്മീനെ. നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പറങ്ങാണ്ടിപ്പരിപ്പും ഒഴിക്കാം. തേങ്ങയും പറങ്ങാണ്ടിപ്പരിപ്പും ചുമന്നുള്ളിയുമാണേ. ഒരു നല്ല മണമാണ്, നല്ലൊരു മണം വരുന്നുണ്ട് ഈ കുറുമയ്ക്ക്. മണവും ടേസ്റ്റും ഉണ്ട്. ഇതപ്പോൾ നമ്മുടെ ഒരു തിളയ്ക്കാൻ വിടാമേ. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുത്തൊഴിക്കാം. 2 വറ്റൽമുളകിട്ട് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ദോശ, പൂരി എല്ലാത്തിൻ്റെ കൂടെ ഒരു നല്ല സൈഡ് ഡിഷാണ്. അത് സൂപ്പറും ടേസ്റ്റിയുമായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.